കൺസൾട്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും വലിയ തെറ്റിദ്ധാരണയുണ്ട്. കൺസൾട്ടിങ് ശരിക്കും ഒരു ഡോക്ടറിൻ്റെ പ്രൊഫഷൻ പോലെ തന്നെയാണ്, ഒരു ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ചാണ്. പല ആളുകളും നമുക്കറിയാലോ, ഡോക്ടറെ കാണാൻ പോകുന്നത് വലിയ രോഗങ്ങൾ ബാധിച്ച് തീരെ പറ്റാതാവുന്ന സമയത്താണ് പല ആളുകളും പോകുന്നത്. അല്ലാണ്ട് ചെറിയൊരു സിംറ്റം ഒന്നും വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും ഡോക്ടറെ കാണാൻ പോകാറില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് കൺസൾട്ടൻറ്റിനെ കാണാൻ വരുന്നതും. അപ്പോൾ പോലും കൺസൾട്ടൻറ്റിനെ കാണാൻ പോവില്ല, കാരണം ബിസിനസ് ആളുകൾക്ക് പലപ്പോഴും ഒരു പ്രയോറിറ്റി ആയിട്ട് വെച്ചിട്ടില്ല. അപ്പം വലിയ ഇഷ്യൂസ് ഉണ്ടായി, അതിമാരകമായ അസുഖം ബാധിച്ച് ICUവിലായി വെൻറ്റിലേറ്ററിലൊക്കെ ആവുന്ന സമയത്താണ് ഒരു കൺസൾട്ടൻറ്റിനെ ആരെങ്കിലും റെഫർ ചെയ്യുക. കൂടുതൽ ആളുകളും ഈ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ICUവിൽ കിടക്കുമ്പോഴൊക്കെയാണ് ബിസിനസ് കൺസൾട്ടൻറ്റിനെ കാണാൻ വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിന്ന് ആ ബിസിനസ്സിനെ റെക്ടിഫൈ ചെയ്ത് വേറൊരു ലെവലിലേക്ക് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. ഞാൻ പറയുന്നത്, യാതൊരു അസുഖവും ഇല്ലാത്ത സമയത്ത് ഡോക്ടറെ കാണാൻ പോകണം. ഒരു കൃത്യമായിട്ടുള്ളൊരു വെൽനെസ് പ്ലാൻ, കൃത്യമായിട്ടുള്ളൊരു ഗ്രോത്ത് പ്ലാൻ, കൃത്യമായിട്ടുള്ള അളവിൽ വൈറ്റമിൻസും പ്രോട്ടീൻസും എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് ഒരു ബിസിനസ്സിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരിക്കും ഗ്രോത്ത് തന്നെയാണ് ഫോക്കസ് ഉണ്ടാവേണ്ടത്. അപ്പം നിങ്ങളുടെ ബിസിനസ്സിന് ഏത് ലെവലിലായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ്, ചിലപ്പോൾ നിങ്ങൾ 10 രൂപയായിരിക്കാം ചെയ്യുന്നത്, 10 കോടിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 1000 കോടി റവന്യൂ ഉണ്ടാക്കുന്നൊരു ബിസിനസ് ആയിരിക്കാം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഇനിയും 100% ഗ്രോത്തിനുള്ള സ്കോപ്പ് ഇപ്പം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ എൻറ്റയർ പ്രോസസ്സിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കുകയാണെങ്കിൽ, യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ, നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഇതെല്ലാം ഒരുപാട് എൻഹാൻസ് ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മൾ ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും സംസാരം മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വളരെ തിയറട്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി. പക്ഷേ ഇതൊരു പ്രസൻറ്റേഷൻ അല്ല, ബേസിക്കലി ഇംപ്ലിമെൻറ്റേഷനാണ്. സോ വി ഹാൻഡ് ഹോൾഡ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ്. നമ്മളൊരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് അവർക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത്, സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ ആവശ്യം വരും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കി കൊടുത്ത് ആ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്ത് അത് കൃത്യമായിട്ടുള്ള ഫോളോ അപ്സിലൂടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു ചേഞ്ച് മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മുടെ അസൈൻമെൻറ്റ്. അപ്പം നിങ്ങളുടെ ഓർഗനൈസേഷൻ ഏതുമാവട്ടെ, ഏത് ഡൊമൈനിലും ആവട്ടെ, പക്ഷേ കൃത്യമായിട്ടുള്ള പ്രോസസ്സുകൾ സെറ്റപ്പ് ചെയ്ത് ആ പ്രോസസ്സിനെ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ആ ഓട്ടോമേഷനിലേക്ക് ആളുകളെ ഇൻഡക്റ്റ് ചെയ്ത് റിയൽ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അസൈൻമെൻറ്റ്. ഈ അസൈൻമെൻറ്റിലാണ് നമ്മൾ ഏകദേശം ഇപ്പോൾ 22,500ഓളം ക്ലയൻസിന്, ചെറുതും വലുതുമായിട്ടുള്ള ക്ലയൻസിന് ചെയ്തിട്ടുള്ളത്. കേരളത്തിലും GCCയിലും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് പല സ്ഥലങ്ങളിലും ഉണ്ടാവുക. പല സ്ഥലങ്ങളിലും എന്താ വെച്ച് കഴിഞ്ഞാൽ 4 ഇരട്ടിയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ഞാനിരുന്ന് പറയുമ്പോൾ വിചാരിക്കും ഇയാൾക്ക് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ നമ്മളുടെ ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. ഞങ്ങളുടെ സൈറ്റിൽ കയറിയാലും ആ ചാനലിൽ കയറിയാലും ഒക്കെ പല ആളുകളുടെയും ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് കാണാം. 4 ഇരട്ടി പോലും ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ. എല്ലാവരുടെയും ആവുമെന്നല്ല ഞാൻ പറയുന്നത്, പല ഫാക്ടേഴ്സ് ഉണ്ട്. ചില ഫാക്ടേഴ്സ് എക്സ്പാൻഷനെ തടഞ്ഞു നിർത്തുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഫാക്ടേഴ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ഇരട്ടിയല്ല 100 ഇരട്ടി വരെ ആവാൻ സാധ്യതകൾ ഉണ്ടാകാം. അപ്പം നിങ്ങളുടെ പൊട്ടൻഷ്യൽ, റിയൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ നമുക്ക് നമ്മുടെ ടീമിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇതൊരു മോട്ടിവേഷണൽ പ്രോസസ്സൊന്നുമല്ല. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഈ ട്രെയിനിങ്ങും കൺസൾട്ടിങ്ങും മോട്ടിവേഷനും ഒക്കെ തമ്മിൽ കുഴഞ്ഞെടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. നമുക്ക് ജീവിക്കാൻ തന്നെ മോട്ടിവേഷൻ ആവശ്യമാണ്. മുന്നോട്ട് പോകാൻ മോട്ടിവേഷൻ വേണം. എന്തിന് ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ധാരണ വേണം. അതിനാണ് മോട്ടിവേഷൻ. അപ്പോൾ മോട്ടിവേഷൻ കൊണ്ട് നടക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ബിസിനസ്സിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ലോജിക്ക് കടന്നു വന്നു. എന്തിനു വേണ്ടിയാണ് ആ ബിസിനസ് ചെയ്യുന്നത്, ആ ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ള പ്ലാനുകളുണ്ടോ, ആ പ്ലാൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള മാൻ പവർ ഉണ്ടോ, അതിനനുസരിച്ചുള്ള റിസോഴ്സുകളുണ്ടോ, അതിന് വേണ്ട അത് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ടോ, ഇതൊക്കെ അറിയണ്ടേ. അപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഒക്കെ നമ്മളാണ്. എത്ര വലിയ ബിസിനസ് ആയിക്കോട്ടെ, അത് കോടികൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, ആ ബിസിനസ്സിന് ഇനിയും സിസ്റ്റമൈസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമൈസേഷന് അവസാനമില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു ഒരു ടൈം ഫ്രെയിമിലേക്ക്, ഒരു പെർട്ടിക്കുലർ ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്ക് മാറ്റാനാണ് സാധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു ലെവൽ ഓഫ് ഓട്ടോമേഷൻ ഉള്ള കമ്പനി ആയിരിക്കാം, ഒരു ലെവൽ ഓഫ് കൺട്രോൾസ് ഉള്ള കമ്പനി ആയിരിക്കാം. അടുത്ത ലെവൽ ഓഫ് കൺട്രോൾസിലേക്ക് നിങ്ങളെ ഒരു 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ ഒക്കെ മാറ്റാൻ സാധിക്കും, ഒരു ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ ഒരു സമയം കൊണ്ട് പറ്റില്ല. മിനിമം ഒരു 6 മാസമോ 8 മാസമോ എങ്കിലും ഒരു ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ആവശ്യമാണ്. സോ ഹ്യൂജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ വരെ എടുത്തെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്,
നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ചും ഓൺട്രപ്രണേഴ്സിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സമയം കൂടുതൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് കിട്ടുമെന്നുള്ളതാണ്. കാരണം ഇപ്പം മിക്കവാറും നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഇൻ ദ ബിസിനസ് ആയിരിക്കും. ബിസിനസ്സിനകത്ത് തന്നെ ബിസിനസ്സിലെ ഓപ്പറേഷൻസിലും മൈക്രോ മാനേജ്മെൻറ്റിലും ഒക്കെ കിടന്ന് നട്ടം തിരികെയായിരിക്കും. നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യത്തിന് പോലും വിനിയോഗിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. ഒപ്പം തന്നെ ബിസിനസ്സിലെ എക്സ്പാൻഷന് വേണ്ടി സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി സമയം മാറ്റിവെക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മളുടെ വിരൽത്തുമ്പിൽ ഉണ്ടാവേണ്ടത്. ഇന്ന് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എല്ലാം സാധ്യമാണ്. അതായത് എൻറ്റയർ ഓട്ടോമേഷൻ സാധ്യമാണ്. ഈ ഓട്ടോമേഷനിൽ ഇപ്പോൾ AI കൂടി കടന്നു വന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും പല സാധനങ്ങളെയും. ദിസ് ഈസ് എ ഹ്യൂജ് സ്കോപ്പ്. നമ്മളുടെ എല്ലാം ബിസിനസ്സുകളെ ഒരു 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ AI ശരിക്കും പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൂളുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ കൺസൾട്ടിങ് അടുത്ത ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കൺസൾട്ടിങ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നഷ്ടം ഉണ്ടാവുന്നില്ല. അവർ സ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളുടെ ഒരു കൺസൾട്ടിങ് അസൈൻമെൻ്റ് ഒക്കെ ആരംഭിക്കുന്നത് പെർ മന്ത് ഒരു 3.5 to 4 lakhs ഫീസിലാണ്. നമ്മൾ മന്ത്ലിയാണ് ഫീ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമ്മളൊരു 3.5 to 4 lakhs മന്ത്ലി ആവശ്യം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 10 മാസം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 35-40 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി മാത്രമായിട്ട് വരും. പിന്നെ സോഫ്റ്റ്വെയർ, നല്ല സോഫ്റ്റ്വെയറൊക്കെ വേണമെങ്കിൽ അതിന് മാത്രം ചിലപ്പം 50 ലക്ഷമോ 1 കോടിയൊക്കെ വേണ്ടി വരുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. ചെറിയ സോഫ്റ്റ്വെയറുകളാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപയ്ക്കൊക്കെ വരുന്ന സോഫ്റ്റ്വെയറുകളുമുണ്ട്. അല്ല, ഇപ്പോൾ CRM ഒക്കെ ആണെങ്കിൽ മന്ത്ലി വളരെ ചെറിയ റിക്കറിങ് എക്സ്പെൻസിൽ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളും ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് കൺസൾട്ടിങ്ങിനുള്ള ചാർജാണ് 40 ലക്ഷം. കേൾക്കുന്ന സമയത്ത് 40-50 ലക്ഷമൊക്കെ കൺസൾട്ടിങ്ങിന് വേണ്ടി വരുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് പല ആളുകളും അയ്യോ എൻ്റെ കയ്യിൽ ബിസിനസ് ചെയ്യാൻ പോലും ഇത്ര പൈസ ഇല്ലല്ലോ എന്നുള്ളൊരു ധാരണയുള്ള ആളുകളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റായിട്ടാണ് കരുതേണ്ടത്. പലപ്പോഴും നമ്മൾ സ്റ്റോക്കിന് വേണ്ടി കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടി നമ്മൾ കോടികൾ, പലപ്പോഴും റെസ്റ്റോറൻറ്റ്സൊക്കെ ചെയ്യുമ്പോൾ 2 കോടി 3 കോടിയൊക്കെയാണ് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ കൺസൾട്ടിങ്ങിന് വേണ്ടി ഒരു 40 ലക്ഷമോ 50 ലക്ഷമോ മാറ്റി വയ്ക്കാൻ ഉണ്ടാവില്ല. കൺസൾട്ടിങ്ങിൻ്റെ വില പലപ്പോഴും അറിയാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം ഈ 40 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്, വളരെ വിലപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ്. നിങ്ങൾക്കൊരു പക്ഷേ 10 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഗ്രോത്ത് അടുത്ത 2 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്സിലറേഷനാണ്. അപ്പോൾ ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് കൺസൾട്ടിങ്. കാരണം പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ അംബാനിയൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണോ ഇത്രയും വലുതായത് എന്ന് ചോദിച്ചാൽ, റിലയൻസ് പോലുള്ള ഒരു കമ്പനിക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 100 അതിലധികവും കൺസൾട്ടൻസ് പല ഘട്ടങ്ങളിലായിട്ട് പല രീതികളിലായിട്ടുണ്ടാവും. എല്ലാത്തിനും വളരെ എക്സ്പെർട്ടായിട്ടുള്ള കൺസൾട്ടൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ കമ്പനികളും ബ്രാൻഡുകളും ഉണ്ടായിട്ടുള്ളത്. അത് ആവശ്യമാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ US പലപ്പോഴും ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ കൺസൾട്ടൻ്റ് ഉണ്ടാവുക എന്നുള്ളതൊരു മാൻഡേറ്ററി റിക്വയർമെൻറ്റാണ്. പല സ്ഥലങ്ങളിലും, ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. കാരണം അവർക്കറിയാം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പ്രൊഫഷണലി കൊണ്ടുപോകണമെങ്കിൽ പലപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഇന്ത്യയിൽ അത് വളരെ ഒരു ഇൻഫാൻസി സ്റ്റേജിലാണ്. അത് ഇപ്പോഴും ആളുകൾ അതിൻ്റെയൊക്കെ റിക്വയർമെൻ്റ് ഉണ്ടോ എന്ന് ആശ്ചര്യപ്പെടുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2009 ഞങ്ങൾ ഫുൾ ഫ്ലെഡ്ജഡായിട്ട് ഒരു കൺസൾട്ടിങ് ഡിവിഷൻ ആരംഭിക്കുന്നത്. ആ സമയത്തൊന്നും ആളുകൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കൺസൾട്ടിങ്ങിനോട്. കാരണം കൺസൾട്ടിങ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് കൺസൾട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു പെർട്ടിക്കുലർ ഡൊമൈനിലുള്ള ബിസിനസ് ഐഡിയാസ് എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെയാണ് ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാനും സ്ട്രീംലൈൻ ചെയ്യാനും സാധിക്കുക, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ള ഓപ്പറേഷണൽ കൺസൾട്ടൻസും സ്ട്രാറ്റജിക് കൺസൾട്ടൻസും ഹെൽപ്പ് ചെയ്യുന്നത്. HR-ൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കാരണം ഇന്ന് HR-ൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരിക ഓരോ സമയത്തും. പണ്ട് കാലത്ത് HR എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് കമ്പനിയുടെ വളർച്ചയുടെ ചുക്കാൻ പിടിക്കുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരിലൂടെയാണ് ഒരു കമ്പനിക്ക് വളരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഹ്യൂമൻ റിസോഴ്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, അവരുടെ കരിയർ ഗ്രാഫ് എങ്ങനെ മികച്ചതാക്കാം, ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റാണ്. വലിയ മാറ്റങ്ങൾ
മാറ്റങ്ങളാണ് ശരിക്കും ഈ ഒരു ഭാഗത്ത് ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ പോകുന്നവരാണ് ഇവിടെയുള്ള 99% ബിസിനസ്സുകാരും. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെയാണ് പറയുന്നത്. കേരളത്തിലുള്ള ഒരു 99% ചെറിയ ബിസിനസ്സുകളിലും ഈ HR എന്ന് പറയുന്ന ഫാക്ടർ അഡ്രസ്സ് ചെയ്യപ്പെടുന്നേ ഇല്ല. ഞാൻ പറയുന്നത് ESI PF ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, എങ്ങനെയാണ് സ്ട്രാറ്റജിക് HR-നും ഡെവലപ്മെൻറ്റൽ HR-നും നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിൽ പങ്കാളികളാവാൻ കഴിയുക, വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ആളുകൾ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അവരുടെ പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാൻ കഴിയും, കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. PEP എന്നതിന് വിളിക്കുന്നത്, പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം, PEP എന്ന് വിളിക്കും. ഈ PEP എന്ന് പറയുന്ന കൺസൾട്ടിങ് അസൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും അതിനെ എങ്ങനെ മാക്സിമൈസ് ചെയ്യാമെന്നും എങ്ങനെ ഇൻസെൻറ്റിവൈസ് ചെയ്യാം, എങ്ങനെ അവർക്ക് കൂടുതൽ പ്രചോദനം നൽകിക്കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് അവരിൽ നിന്ന് എടുക്കാം, എങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം, ഇതെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഇത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറുകളുമുണ്ട്. കൃത്യമായിട്ടുള്ള പെർഫോമൻസ് മെട്രിക്സുകൾ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു HRMS സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യാനും സാധിക്കും. സോ ദിസ് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഇത്രയും ഓപ്പർച്യൂണിറ്റി നമ്മുടെ മാർക്കറ്റിൽ കിടക്കുമ്പോൾ അൺഫോർച്യുനേറ്റ്ലി ഇതൊന്നും അറിയാതെ ആളുകൾ ഇപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിഷമകരമായി തോന്നുന്നത്. പക്ഷേ മാറി വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് 2500-ലധികം ക്ലയൻസ് ഉള്ളത്. ഇവരെല്ലാവരുമായിട്ടും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഇപ്പോഴും പലപ്പോഴും ചിലപ്പം നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോൾ അതൊരു 8 മാസത്തെ അസൈൻമെൻറ്റ് ആയിരിക്കാം, അസൈൻമെൻറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം അവരത് കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് റെഡിയായി എന്ന് തോന്നുമ്പോൾ അടുത്ത ലെവൽ ഓഫ് ഗ്രോത്തിന് നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പം ഇത് വളരെ ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ പ്രവർത്തനം വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഗൾഫിൽ നമ്മൾ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. നമ്മൾ ഇവിടെ നിന്നാണ് സർവീസസ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അവിടുന്ന് തന്നെ സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ചും UAE-യിലും സൗദിയിലും ഖത്തറിലും എല്ലാം നമ്മളുടെ ഒരു പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലും നമ്മൾ വളരെ സ്ട്രോങ് ആവുന്നു. മലേഷ്യ പോലുള്ള കൺട്രീസിലേക്കൊക്കെ നമ്മൾ വെഞ്ചർ ചെയ്യുന്നുണ്ട്. അപ്പം വലിയ ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും വെൻ യു ഹാവ് മോർ പീപ്പിൾ വിത്ത് യു, അല്ലെങ്കിൽ കുറച്ചും കൂടിയും നല്ല രീതിയിലുള്ള ബ്രെയിൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ള ഒരു ബ്രെയിൻസാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കൂടെയുള്ള കൺസൾട്ടൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇത്രയും നാളും കണ്ട് ശീലിച്ചിട്ടുള്ള പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും സിസ്റ്റംസും നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉപയോഗിക്കാനും സാധിക്കും. വലിയ മാറ്റമാണ് വരിക.